നമസ്കാരം. 9th സ്റ്റാൻഡേർഡിലെ ഗാന്ധിജി ഗാന്ധിജി കൈസെ ബനെ എന്ന പാഠത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗാന്ധിജി ലണ്ടൻ में एक गोलमेज सम्मेलन के लिए गए थे. അപ്പോൾ ഒരു വട്ടമേശ സമ്മേളനത്തിന് വേണ്ടിയിട്ട് ലണ്ടനിൽ പോയി അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നോക്കൂ, ഗാന്ധിജി ലിഖ്തേ थे एक बढ़िया पेन से. बढ़िया पेन നല്ല ഇനം പെൻ. അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത് ഥേ എന്ന് പറഞ്ഞാൽ ആയിരുന്നു, ലിഖ്തേ ഥേ എഴുതിയിട്ടുണ്ടായിരുന്നു. एक बढ़िया पेन से ഒരു നല്ല ഇനം പെന്ന് കൊണ്ട്, സേ എന്നാൽ കൊണ്ട്. വഹ പെൻ एक दिन चोरी चला गया. ആ പെന്ന് ഒരു ദിവസം മോഷണം പോയി. ചോരി എന്ന് പറഞ്ഞാൽ മോഷണം. लिखने बैठे और पाया कि पेन तो है ही नहीं. लिखने बैठे എഴുതാൻ വേണ്ടിയിരുന്നു. और पाया അപ്പോൾ മനസ്സിലാക്കി, കി എന്തെന്നാൽ, ഇങ്ങോട്ട് വള്ളിയിട്ടുണ്ടെങ്കിൽ കി എന്തെന്നാൽ. പെൻ തോ ഹേ ഹി നെഹി, പെന്ന് അവിടെ ഇല്ല തന്നെ, അവിടെ പെന്നില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഉസി സമയ ഏക് ബച്ചേനെ അപ്പനി പെൻസിൽ ദേ ദി. ആ സമയം ഒരു കുട്ടി അദ്ദേഹത്തിന് ആ കുട്ടിയുടെ പെൻസിൽ കൊടുത്തു. അപ്പനി പറഞ്ഞാൽ സ്വന്തം, തൻ്റെ, സ്വന്തം എന്നൊക്കെ അർത്ഥം. പെൻസിൽ ദേ ദി നൽകി. കി ലോ ബാബ ഇസ്സേ ലിഖ് ലോ. എന്നിട്ട് പറഞ്ഞു, ലോ പറഞ്ഞാൽ ലേന എടുക്കുക, എടുത്തോളൂ ബാബ, ഇസ്സേ ലിഖ് ലോ ഇതുകൊണ്ട് എഴുതിക്കോളൂ. ഉനോനെ ലിഖ് കർ ദേഖാ കി അരെ വാ. അദ്ദേഹം എഴുതി നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി, അരെ വാ നന്നായിട്ടുണ്ടല്ലോ. ഇസ്സേ തോ അച്ഛാ ലിഖാ ജാത്താ ഹേ, ഇതുകൊണ്ടും നന്നായിട്ട് എഴുതാൻ കഴിയുന്നുണ്ട്. और स्याही वगैरह भरने की झंझट भी नहीं. അത് മാത്രമല്ല, और स्याही പറ മഷി, വഗൈരഹ മുതലായവ, ഭർനേക്ക നിറയ്ക്കുക, നിറയ്ക്കുന്നതിൻ്റെ, ഭർനേക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ ഉട എന്നാണ് അർത്ഥം കാൻ്റെ. ഭർനേക്ക നിറയ്ക്കുന്നതിൻ്റെ, झंझट भी नहीं ബുദ്ധിമുട്ടും ഇല്ല, झंझट ബുദ്ധിമുട്ട്. तो तय कर लिया कि अब पेंसिल से ही लिखेंगे. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, തൈ കർ ലിയ എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു. അപ്പോൾ പെൻസിൽ സെ ഹി ലിഖേങ്കെ, ഇനി പെൻസിൽ കൊണ്ടേ എഴുതുള്ളൂ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. और पेंसिल से उन्होंने पहली चिट्ठी किसे लिखी जानते हो? भारत के वाइसरॉय को. और पेंसिल से पेंसिल കൊണ്ട്, से കൊണ്ട്. उन्होंने पहली चिट्ठी അദ്ദേഹം ഫസ്റ്റത്തെ ലെറ്റർ, കിസെ ലിഖി, കിസെ എന്ന് പറഞ്ഞാൽ കിസ്കോ ആണ് കിസെ വരിക. കിസെ ലിഖി ആർക്കാണ് എഴുതിയത് എന്ന്, ജാൻതേ ഹോ അറിയുമോ? ഭാരത് കെ വൈസ്രോയിക്കോ, ഭാരതത്തിൻ്റെ വൈസ്രോയ്ക്കാണ് അദ്ദേഹം പെൻസിൽ കൊണ്ട് ആദ്യത്തെ കത്ത് എഴുതിയത്. അപ്പോൾ ചിട്ടി എന്ന് പറഞ്ഞ സാധനം സ്ത്രീലിംഗമായതുകൊണ്ടാണ് പഹലി എന്ന് വന്നത്. ഇനി കത്ത് എന്നാണെങ്കിൽ പഹല എന്ന് വരുമായിരുന്നു. അപ്പോൾ ചിട്ടി, കത്ത് എന്ന വാക്ക് സ്ത്രീലിംഗമായതുകൊണ്ട് പഹലി, ചിട്ടി. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കാം. ലിഖ്തേ ലിഖ്തേ പെൻസിൽ ചോട്ടി ഹോ ജാത്തി. എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പെൻസിൽ ചെറുതായി വന്നു. तो उस पर कागज़ की बोंगली लगाकर धागे से बांध लेते. എന്താ ചെയ്ത്? ലിഖ്തേ ലിഖ്തേ എഴുതി പെൻസിൽ ചോട്ടി ഹോ ജാത്തി, പെൻസിൽ ചെറുതായി വന്നു. तो उस पर कागज़ की बोंगली लगाकर, അപ്പോൾ ചെറുതായി വന്ന പെൻസിൽ പിടിക്കാൻ എഴുതാനൊക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഉസ് പർ കാഗസ് കി, പേപ്പറിൻ്റെ, കാഗസ് കി എന്ന് പറഞ്ഞാൽ കാഗസ് പേപ്പർ കീൻ്റെ, പേപ്പറിൻ്റെ ബോങ്കലി പറഞ്ഞാൽ ചുരുൾ, പേപ്പർ ചുരുട്ടിയിട്ട്, ലഗാക്കർ വെച്ചിട്ട്, ധാഗേസെ ബാന്ധ് ലേത്തെ, ധാഗ് എന്ന് പറഞ്ഞാൽ നൂല്, ചരട് എന്നൊക്കെ അർത്ഥം. ധാഗസെ ബാന്ധ് ലേത്തെ ചരട് കൊണ്ട്, സേ പറഞ്ഞാൽ കൊണ്ട്, ബാന്ധ് ലേത്തെ കെട്ടിവെച്ചു.
दरअसल इन सबके पीछे कोई सनक नहीं. സത്യം പറ, ദറസൽ പറഞ്ഞാൽ ശരിക്കും, ഇൻ സബ്കെ പീച്ചെ ഇതിൻ്റെ ഒന്നും പിന്നിൽ, കൊയ് സനക്ക് നഹി ഒരു ഭ്രാന്തൊന്നും ഇല്ല. അതിൻ്റെ പിന്നിലൊരു ഭ്രാന്തൊന്നുമല്ല. സനക്ക് എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്, അദ്ദേഹത്തിന് വട്ടായിട്ടൊന്നുമല്ല. ബൽക്കി എന്നാൽ ഗാന്ധിജിക്ക് യഹ് സോച്ച് ഥി, ഗാന്ധിജിയുടെ ചിന്ത ഇതായിരുന്നു, കി ജബ് ആപ്കെ ദേശ് കെ അധികാംശ് ലോഗ് ഗരീബ് ഹോ, അദ്ദേഹത്തിൻ്റെ ദേശത്തിൻ്റെ, കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് തന്നെ അർത്ഥം, ദേശത്തിൻ്റെ അധികാംശ ലോക അധികം ആളുകളും ഗരീബ് ഹോത്തോ പാവപ്പെട്ടവരാകുമ്പോൾ ആപ്കോ ഫിസുൽ ഖർജി ഔർ ദിഖാവ നഹീ കർണ ചാഹിയെ, അദ്ദേഹം ഫിസുൽ ഖർജി ദുർവ്യയം, ഔർ ദിഖാവ അങ്ങനെ കാണിക്കാൻ, പുറത്തിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട്, എനിക്കിതുണ്ടെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കാത്ത ദിഖാവ നഹീ കർണ ചാഹിയെ, അങ്ങനെ ഒരു മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്തും വാങ്ങിക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. अगर आप सचमुच अपने देश और देशवासियों से प्यार करते हैं तो आपके कम से कम में काम चलाना चाहिए. अगर आप सचमुच ഒരു പക്ഷേ നിങ്ങൾ തീർച്ചയായും अपने देश और देशवासियों से നിങ്ങളുടെ ദേശത്തോടും ദേശവാസികളോടും, ഇവിടെ സേൻ്റെ അർത്ഥം ഓട്, ദേശവാസികളോട് പ്യാർ കർത്തേ ഹേ അവരോട് സ്നേഹമുണ്ടെങ്കിൽ തോ ആപ്കോ കം സേ കമ്മേം കാം ചലാന ചാഹിയെ, അപ്പോൾ നിങ്ങൾ ഏറ്റവും കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അവനവൻ്റെ കാര്യങ്ങൾ നടത്താം. കാം ചലാന പറഞ്ഞ കാര്യം നടത്താം. ഏറ്റവും കംസേ കമ്മേം വളരെ കുറച്ച് ചിലവിൽ കാര്യങ്ങൾ നടത്തണം. ഔർ സാദഗി കാ മഹത്വ സംജാന ചാഹിയെ, അതുമാത്രമല്ല ലാളിത്യത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുകയും വേണം. സമജ്ന ചാഹിയെ, സമജ്ന മനസ്സിലാക്കുക, സംജാനാണെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുക. ഔർ സാദഗി കാ മഹത്വ ലാളിത്യത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുകയും വേണം. आप बड़े बनेंगे और कहाएंगे अपने विचारों से और अपने काम से, നിങ്ങൾ വലിയ ആളാവും. ആപ്പ് ബഡേ ബനേങ്കെ നിങ്ങൾ വലിയ ആളായിരിക്കും. അവർ കഹായെങ്കെ പറയുമായിരിക്കും, നിങ്ങൾ വലിയ ആളാണെന്ന് പറയുമായിരിക്കും. എന്തുകൊണ്ട്? അപ്പനെ വിചാരവും സേ ഓർ അപ്പനെ കാംസേ, നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും കൊണ്ടാണ് നിങ്ങളെ മഹാനാണ് എന്ന് പറയുക. നിങ്ങളൊരു കാലത്ത് മഹാനാവുകയാണെങ്കിൽ ബഡേ ബനേങ്കെ, അപ്പോൾ ഇങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുക, മഹാനാണെന്ന് പറയുക? കഹായെങ്കെ പറഞ്ഞാൽ പറയും. അപ്പനെ വിചാരവും സേ നിങ്ങളുടെ ചിന്തകൾ കൊണ്ടും, അപ്പനെ കാംസേ പ്രവർത്തികൾ കൊണ്ടും ആയിരിക്കും. നാക്കി അപ്പനെ കപ്പടവും സേ നിങ്ങളെ മഹാനാണ് എന്ന് പറയുക നിങ്ങളുടെ ചിന്തകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടുമായിരിക്കും, അല്ലാതെ നിങ്ങളുടെ വസ്ത്രം കൊണ്ട് ആയിരിക്കില്ല. एक बार तो उनकी प्रार्थना सभा में कुछ अमीर आदमी सज धज कर आ गए तो गांधी जी ने उसे डांट दिया. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ സഭയിൽ കുച്ച് അമീർ ആദ്മി കുറച്ച് പൈസക്കാരായ ആൾക്കാർ, കുറച്ച് റിച്ചായിട്ടുള്ള ആൾക്കാർ, സജ് ദജ്കർ ആഭരണങ്ങളോട് കൂടി, അലങ്കാരത്തോടു കൂടി, ആ ഗയേത്തോ വന്നപ്പോൾ, ഗാന്ധിജിനെ ഉന്നെ ഡാണ്ട് ദിയ ഗാന്ധിജി അവരെ വഴക്ക് പറഞ്ഞു. ഡാണ്ട് ദിയ വഴക്ക് പറഞ്ഞു. ജൈന ധർമ്മമേ भी अपरिग्रह पर काफ़ी जोर दिया गया है. ജൈന മതത്തിലും, ധർമ്മം എന്ന് പറഞ്ഞാൽ മതം, മേം എന്ന് പറഞ്ഞാൽ ഇൽ, ജൈന മതത്തിലും അപരിഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേർഡ് ജൈനമതവുമായി ബന്ധപ്പെട്ടതാണ്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ സംഭരിച്ച് വയ്ക്കാതിരിക്കുക, ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങൾ, എന്ത് ചിന്തയാലും പ്രവൃത്തിയായാലും ധനമായാലും ഒന്നും സ്വരൂപിച്ച് വയ്ക്കാതിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പർ കാഫി ജോർ ദിയാ ഗയ, നല്ല ജോർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്നർത്ഥം. ജൈനധർമ്മ അപരിഗ്രഹ പർ കാഫി ജോർ ദിയാ ഗയാ ഹെ. ജൈനമതത്തിൽ അപരിഗ്രഹത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു.
കാഫി സോർ പറഞ്ഞ ഇമ്പോർട്ടൻസ് പ്രാധാന്യം ഉണ്ടായിരുന്നു. അപരിഗ്രഹ് യാനി ഫാൽത്തു കി ചീസെ ജമാ മത് കരോ. അപരിഗ്രഹ അതായത് ഫാൽത്തു കി ചീസെ പറഞ്ഞാൽ ആവശ്യമില്ലാത്ത വസ്തുക്കൾ. ജമാ മത് കരോ, ജമാ കർണ സ്വരൂപിക്കുക, മത് അരുത്, കരോ ജമാ മത് കരോ സ്വരൂപിക്കരുത്. ബസ് ഗാന്ധിജി കോ തോ ജഹാം ഭി കുച്ച് അച്ഛാ ലഗാ അപ്നാ ലേത്തെ തേ. ഗാന്ധിജി ആണെങ്കിൽ എവിടെയാണോ കുറച്ച് നല്ല കാര്യങ്ങൾ കണ്ടത് അപ്നാ ലേത്തെ തേ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. തോ ഉन्होंने അപരിഗ്രഹ കോ ഭി അപ്നാ ലിയ. അദ്ദേഹം അപരിഗ്രഹത്തിനെ സ്വന്തമാക്കി. അപരിഗ്രഹം എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി അദ്ദേഹം സ്വന്തമാക്കി. ഗാന്ധിജിക്ക് 3 ബന്ദർ ബഹുത്ത് മഷ്ഹൂർ ഹെ. അദ്ദേഹത്തിൻ്റെ 3 ബന്ദർ പറഞ്ഞാൽ മങ്കീസ്, കുരങ്ങന്മാർ, മഷ്ഹൂർ ഹെ. ശരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും 3 മങ്കീസ് ഇരിക്കുന്നത്. ഒരാൾ ചെവി പൊത്തിയിട്ട്, ഒരാൾ കണ്ണ് പൊത്തിയിട്ട്, ഒരാൾ വായ പൊത്തിയിട്ടിരിക്കുന്നത്. അതായത് ആവശ്യമില്ലാത്തത് കാണുകയോ കേൾക്കുകയോ സംസാരിക്കുകയോ ചെയ്യരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. യഹ് ദറസൽ ഏക് ഖിലൗന ഥ. അത് ശരിക്കും യഥാർത്ഥത്തിൽ ഒരു കളിപ്പാട്ടമായിരുന്നു. ജോ കുച്ച് ചീനി ബച്ചോനെ ഗാന്ധിജി കോ ഭേണ്ട് കിയാ ഥ. അത് കുറച്ച് ചൈനക്കാരായ കുട്ടികൾ ഗാന്ധിജിക്ക് ഗിഫ്റ്റ് കൊടുത്തതായിരുന്നു. ഭേണ്ട് കിയാ ഥ, ഗിഫ്റ്റ് കൊടുത്തതായിരുന്നു. ലേക്കിൻ ഗാന്ധിജീനെ ഉന്നെ അപ്പനെ ജീവൻ കാ സാഥി ബനാ ലിയ. പക്ഷെ ഗാന്ധിജി അവയെ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു സാഥിയാക്കി. സാഥി പറഞ്ഞ ഫ്രണ്ട്സ്, കൂടെ കൊണ്ട് നടന്നു. ജബ് ധോത്തി പഹനനെ ശുരു കർ ദി തോ ജബ് ഘടി കഹാം രഖേ തോ ഉസെ കമർ മേ ലട്കാന ശുരു കർ ദിയ. പിന്നെ നേരത്തെ പാൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ഗാന്ധിജി ജബ് ധോത്തി പഹനനെ ശുരു കർ ദി, പിന്നെ ധോത്തി ഉടുക്കാൻ തുടങ്ങിയപ്പോൾ തോ ജേബ് ഘടി, അങ്ങനെ പോക്കറ്റിലിടുന്ന വാച്ച്, കഹാ രഖേ എവിടെ വയ്ക്കും, തോ ഉസെ കമർമേ ലട്കാന ശുരു കർ ദിയ, അത് അങ്ങനെ അരയിൽ തൂക്കിയിടാൻ തുടങ്ങി. ഇസ് തരഹ് ഗാന്ധിജി ധീരെ ധീരെ വൈസെ ഗാന്ധിജി ബൻ ഗയെ. ഇങ്ങനെ ഗാന്ധിജി പതിയെ പതിയെ അങ്ങനെയുള്ളൊരു ഗാന്ധിജിയായി തീർന്നു. ജൈസ ആജ്കൽ ഹം ഉന്നെ ഉൻകെ ചിത്രമേ ദേഖ്തേ ഹെ. ഇന്നത്തെ കാലത്ത് നമ്മൾ അദ്ദേഹത്തെ ചിത്രങ്ങളിൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ അദ്ദേഹം ആയിത്തീർന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം അധികം ചിലവ് ചെയ്യാത്ത, ദുർവ്യയമൊന്നും ചെയ്യാത്ത, ആഡംബരം കാണിക്കാത്ത, ഒറ്റ മുണ്ട് മാത്രം ഉടുക്കുന്ന, സത്യം മാത്രം പറയുന്ന ഗാന്ധിജിയായി തീർന്നു എന്നർത്ഥം. അപ്പോൾ ഈ ലെസൺ ഇവിടെ കഴിഞ്ഞു. നമുക്ക് ഇതിൻ്റെ പോയിൻറ്റ്സ് ഒന്നും അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക, എങ്കിലേ ആൻസറൊക്കെ എഴുതാൻ കഴിയുള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.